നമസ്കാരം. സഞ്ജീവനിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രമേഹ രോഗികൾ ഏറ്റവും അധികമുള്ള 10 രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ്. 2025 ആകുമ്പോഴേക്കും ഇത് 57 ദശലക്ഷമാകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നൂതനമായ ചികിത്സാ രീതികൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ്. ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഇന്നത്തെ സഞ്ജീവനിയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത ഡയബറ്റിക് ആൻഡ് ജീറിയാട്രിക് കൺസൾട്ടന്റും ഡയബ് സ്ക്രീൻ കേരള ചാപ്റ്റർ ചെയർമാൻ കൂടിയായ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് ആണ്. ഡോക്ടർ, സഞ്ജീവനിയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു പ്രമേഹ രോഗികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രോഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കാത്ത രോഗികളാണ് രോഗം ഉള്ള ആൾക്കാരെക്കാൾ കൂടുതലെന്ന് തോന്നുന്നു, അല്ലേ? ഒരു സംശയമില്ല കാര്യത്തിന്. അതായത് പ്രമേഹ രോഗികൾ ചികിത്സ തേടി വരുന്നത് അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ വരുമ്പോഴാണ്. പ്രമേഹ രോഗത്തിന് രോഗലക്ഷണങ്ങൾ സംഭവിക്കുന്നത് വളരെ വൈകിയാണ്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് 95% രോഗികളിലും കണ്ടുവരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് ശരാശരി 7-8 വർഷങ്ങൾ കഴിഞ്ഞാണ് ഏതെങ്കിലും ലക്ഷണങ്ങൾ വരുത്തി തീർക്കുന്നത്. ഇപ്പോൾ ചില രോഗികൾ ആദ്യമായിട്ട് ആശുപത്രിയിലെത്തുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഷുഗർ 300 എന്ന്. അപ്പോൾ രോഗലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ആൾക്കാരെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതെ, ഡോക്ടർ ചോദ്യം പ്രമേഹ രോഗം എങ്ങനെ നേരത്തെ തിരിച്ചറിയാം എന്നാണ്. അതായത് ഈ പ്രമേഹ രോഗം നേരത്തെ തിരിച്ചറിയുവാനും അതുപോലെ തന്നെ പ്രമേഹ രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ എന്തൊക്കെ വരും, ഇപ്പോൾ ചിലർക്ക് വൃക്കയിൽ രോഗം വരുന്നു, കണ്ണുകൾക്ക് രോഗം വരുന്നു, ഇതൊക്കെ കണ്ടെത്തുവാനായിട്ട് ഇപ്പോൾ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഒരു സാധാരണ ഒരു ചികിത്സയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മുടെ ഈ ബൾബ് ഫ്യൂസായി പോകുന്ന പോലെയാണ്. അതെപ്പോഴാണ് ഫ്യൂസാകുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങ് ഫ്യൂസായി പോകും. പക്ഷെ ആധുനിക സംവിധാനങ്ങളിലൂടെ ഈ ബൾബിൻ്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ ചില പുതിയ ബൾബുകളുണ്ട്, പ്രൊജക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന എത്ര മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഫ്യൂസാകും എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കുവാൻ കഴിയും. അതനുസരിച്ച് നമുക്ക് പുതിയ ബൾബ് മാറ്റിയിടാം. അപ്പോൾ പ്രമേഹ രോഗികൾ ആയിട്ടുള്ളവർക്ക് ചികിത്സ എങ്ങനെയായിരിക്കണം എന്നുള്ളതും അതുപോലെ പ്രമേഹ രോഗം എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. പ്രമേഹ രോഗം ആർക്കൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പാരമ്പര്യമായി ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ പ്രമേഹം നമുക്ക് വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് രക്തസമ്മർദ്ദം 140/90 കൂടുതലുണ്ട് എങ്കിൽ പ്രമേഹം വരാൻ സാധ്യത കൂടുതലാണ്. ശരീരഭാരം കൂടുതലാണ് എങ്കിൽ, കുടവയറുണ്ട് എങ്കിൽ സാധ്യത കൂടുതലാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ പ്രമേഹം ഉണ്ടായെങ്കിൽ സാധ്യത കൂടുതലാണ്. അതുപോലെ ഭാരമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മമാർക്ക് ഭാവിയിൽ പ്രമേഹം വരുവാൻ സാധ്യത കൂടുതലാണ്. പാരമ്പര്യമൊന്നുമില്ല എങ്കിൽ തന്നെയും നല്ല മാനസിക സംഘർഷം അനുഭവിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രമേഹം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം. കൂടാതെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ജനിച്ച് ജീവിക്കുന്ന ആൾക്കാരിൽ പ്രമേഹം വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ വേറെ ഒരു പ്രത്യേകത ഇല്ല എങ്കിൽ കൂടിയും ഇവിടെ ജനിച്ചു ജീവിച്ചു എന്നൊരു കാരണത്താൽ ഒരു 25-30 വയസ്സ് കഴിഞ്ഞാൽ രോഗം ഉണ്ടോ എന്നറിയുന്നതിന് 6 മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും വെറും വയറ്റിൽ പഞ്ചസാര നിർണ്ണയിക്കുക. ഞാൻ ഈ വെറും വയറ്റിൽ എന്ന് പറയുവാൻ കാരണം പല ആൾക്കാരും റാൻഡം ബ്ലഡ് ഷുഗർ നോക്കാറുണ്ട്. സൗകര്യമുള്ളപ്പോൾ ലാബിൽ പോയി ബ്ലഡ് ഷുഗർ നോക്കുക. അങ്ങനെ നോക്കിയാൽ പ്രമേഹ രോഗം പ്രാരംഭദശയിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ഭക്ഷണത്തിന് 2 മണിക്കൂറിന് ശേഷം രക്തം നിർണ്ണയിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് ചിലപ്പോൾ വെറും വയറ്റിൽ നോർമലായിരിക്കും. അപ്പോൾ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും രോഗമുണ്ടോ എന്നറിയുവാൻ ശ്രമിക്കുക. പ്രായം കൂടുന്തോറും പ്രമേഹം വരുവാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ രോഗമില്ലാത്തവരുടെ എണ്ണമല്ലേ കൂടുതൽ എന്ന് ചോദിച്ചു. രോഗമില്ലാത്തവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ 60 വയസ്സിന് ശേഷമുള്ള പ്രായക്കാരിലാണ്. ഇപ്പോൾ പക്ഷേ ഡോക്ടർ ഇപ്പോൾ രക്തപരിശോധിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ മിക്ക രോഗികളെ നമ്മൾ കാണുന്നത് അവർ യൂറിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, രക്തം നോക്കാറേ ഇല്ല. അപ്പോൾ ശരിക്കും ശരിയായ രീതിയിലുള്ള ഏത് ടെസ്റ്റാണ് ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾ പണ്ടൊക്കെ മൂത്രമാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മൂത്രപരിശോധന നടത്തി രോഗം നിർണ്ണയിക്കുമ്പോഴും രോഗം ചികിത്സിക്കുമ്പോഴും ഒക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
രോഗികളുടെ കാലുകൾ നഷ്ടപ്പെടുന്നു, രോഗികൾ ഒരു പ്രായമെത്തുന്നതിന് മുൻപ് മരണമടയുന്നു, അവർക്ക് അതീവ ഗുരുതരങ്ങളായ പല രോഗങ്ങളും വന്ന് ഭവിക്കുന്നു. അങ്ങനെ പല പരീക്ഷണങ്ങളിലൂടെയും നാം കണ്ടെത്തിയ വലിയൊരു സത്യമാണ്, മൂത്രപരിശോധന കൊണ്ട് പ്രമേഹ രോഗ ചികിത്സ ഒരിക്കലും വിജയിക്കുന്നില്ല. കാരണം മൂത്രത്തിൽ പഞ്ചസാര പ്രത്യക്ഷപ്പെടുന്നത് രക്തത്തിലെ ഷുഗർ 180 മില്ലിഗ്രാം ശതമാനത്തിൽ കൂടുതൽ ആകുമ്പോഴാണ്. പക്ഷേ ആധുനിക പ്രമേഹ രോഗ ചികിത്സയിൽ നാം ആഗ്രഹിക്കുന്നത് ശരാശരി പഞ്ചസാരയുടെ അളവ് ഏകദേശം ഒരു 135-140 മില്ലിഗ്രാം ശതമാനത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ പഞ്ചസാര ആകുമ്പോഴാണ് മൂത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് മൂത്രപരിശോധന പ്രമേഹ രോഗ ചികിത്സയെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല. അതുകൂടാതെ പ്രമേഹ രോഗികളായ ഏകദേശം 35% രോഗികൾക്ക് വൃക്കയിൽ രോഗങ്ങൾ വരുന്നു. അപ്പോൾ വൃക്കയിൽ രോഗങ്ങൾ വരുന്നത് കാരണം മൂത്രത്തിലെ പഞ്ചസാര അളക്കുമ്പോൾ കിട്ടുന്നത് ഒരിക്കലും കൃത്യമായ ഒരളവായിരിക്കില്ല. അത് രക്തത്തിലെ പഞ്ചസാരയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ചികിത്സിക്കുവാൻ സാധിക്കില്ല. ഇപ്പൊ ഡോക്ടർ, അതുപോലെ ഒരുപാട് പുതിയ മരുന്നുകളൊക്കെ വിപണിയിൽ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ പുതിയ മരുന്നുകൾ ഏതൊക്കെയാണ്? നമ്മൾ ചില പുതിയ ഔഷധങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു നൂറ്റാണ്ട് പിറന്നപ്പോൾ പ്രമേഹ രോഗ ചികിത്സയിൽ വിപ്ലവകരമായ പല വ്യത്യാസങ്ങൾ വന്നിരിക്കുകയാണ്. പ്രമേഹ രോഗമുണ്ടായെങ്കിൽ പോലും ഒരു സാധാരണ ചികിത്സ നയിക്കുവാൻ സാധിക്കും, സാധാരണ ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നൊരവസ്ഥ വന്നെത്തി നിൽക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായൊരു വസ്തുത എന്ന് പറയുന്നത് ഈ പുതിയ ഔഷധങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ ഇന്ന് ലഭ്യമാണ് എന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ വസിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ പുതിയ ഔഷധങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും എല്ലാം ഒരു പക്ഷേ വില കുറഞ്ഞ് കിട്ടുന്നത് പോലും നമ്മുടെ നാട്ടിലാണ്. നമുക്ക് പുതിയ ഇൻസുലിൻസും വന്നിട്ടുണ്ട്, പുതിയ ഗുളികകളും വന്നിട്ടുണ്ട്. പുതിയ ഗുളികകൾ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുവാനായിട്ടാണ്. ഈ തൈസൊഡിൻ ഡയോൺസ് എന്ന വർഗത്തിൽപ്പെടുന്ന ഔഷധങ്ങൾ കഴിക്കുന്നത് വഴി ഇപ്പോൾ ടൈപ്പ് 2 പ്രമേഹ രോഗിക്ക് ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഇൻസുലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പോലും ഷുഗർ കുറയ്ക്കുവാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുവാനാണ് ഈ പുതിയ ഔഷധങ്ങൾ ശ്രമിക്കുന്നത്. ആ ഔഷധങ്ങൾ കൊടുക്കുന്നത് വഴി നമുക്ക് രോഗികളുടെ ഇഞ്ചക്ഷൻ്റെ ഡോസും അതുപോലെ ഗുളികകളുടെ അളവുമൊക്കെ ഒരുപാട് കുറയ്ക്കുവാനും കഴിയുന്നുണ്ട്. അതുകൂടാതെ ഈ ഔഷധങ്ങൾക്ക് ഹൃദയത്തിലും അതുപോലെ രക്തധമനികളിലും എല്ലാം മറ്റ് ചില ഗുണകരമായ സവിശേഷതകളുമുണ്ട്. ഇൻസുലിൻ എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പഴയ ഇൻസുലിൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു 20% രോഗികളിലെങ്കിലും എത്രയൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിലും ഡോക്ടർ ശ്രദ്ധിച്ചു കാണും, നമുക്ക് ഷുഗർ നോർമലാക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ അത് കൂടുതലായിരിക്കും, കൂടുതലാണ് എന്ന് കരുതി ഇൻസുലിൻ ഡോസ് വർദ്ധിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗികൾക്കും അനുഭവം ഉണ്ടായിരിക്കാം. ഇൻസുലിൻ ഡോസ് ഷുഗർ കൂടുതലാണെന്ന് കരുതി അല്പം കൂട്ടുമ്പോൾ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകും, വെപ്രാളവും വിയർപ്പും ഒക്കെ വരികയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയിൽ 24 മണിക്കൂറും ഒരു പീക്ക് കൂടാതെ ഒരേ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണ് ലാൻഡസ്. അത് ഇൻസുലിൻ ഗ്ലാർജിനാണ്, കൃത്രിമമായിട്ട് രൂപപ്പെടുത്തിയ ഒരു ഇൻസുലിനാണ്. ഇത് വളരെ വിപ്ലവകരമായ ഒരു വ്യതിയാനം ചികിത്സയിൽ വരുത്തി തീർത്തിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഇൻസുലിൻസ്, ഇൻസുലിൻ അസ്പാർട്ട്, ഇൻസുലിൻ ലിസ്പ്രോ, ഇതെല്ലാം ഇപ്പോൾ ലോക വിപണിയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രമേഹ രോഗികൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാണ്. കാരണം ഈ ഇൻസുലിൻസ് ആഹാരത്തിന് തൊട്ട് മുൻപായിട്ട് എടുക്കാം. പഴയ ഇൻസുലിൻസ് ആഹാരത്തിന് അരമണിക്കൂർ മുൻപായിട്ടാണ് എടുക്കുന്നത്. ഇത് തൊട്ട് മുൻപായിട്ട് എടുക്കാം. അതിൻ്റെ പ്രവർത്തന പരിധി ഒരു 3 മണിക്കൂറിൽ കൂടുതലല്ലാത്തതിനാൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊന്നും പെട്ടെന്ന് ഉറക്കത്തിൽ ഷുഗർ കുറഞ്ഞു പോയി ഞെട്ടി ഉണരുന്നുമില്ല. പക്ഷെ പരിമിതികളുണ്ട്, പണം, വില കൂടുതലാണ്. മറ്റു പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പുതിയ ഈ ഔഷധങ്ങൾ? ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ പല ഔഷധങ്ങളും ഉണ്ട്, ഇൻസുലിൻ തന്നെ പുതിയത് വന്നു. ഇതിനൊക്കെ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ രോഗികളെ കാണാറുണ്ടോ?
ഇൻസുലിൻ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഇൻസുലിൻ്റെ പാർശ്വഫലം പ്രധാനമായിട്ടും ഒന്നേ ഉള്ളൂ, ഹൈപ്പോഗ്ലൈസീമിയ. ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു, അത് തന്നെയാണ് ഇൻസുലിൻ്റെ പാർശ്വഫലം. അപൂർവം ചില ആൾക്കാരിൽ അലർജി വരാം, അത് പക്ഷെ വളരെ വളരെ അപൂർവമാണ്. പിന്നെ ഇൻസുലിൻ്റെ ഇപ്പോഴുള്ളൊരു ദോഷം എന്ന് പറയുന്നത് അത് സൂചി ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിന് പരിഹാരം എന്ന വണ്ണം വേറെ ഉപകരണങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വന്നിട്ടുണ്ട്. ഔഷധങ്ങളുടെ ഒരു പാർശ്വഫലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുവാനായിട്ട് കൊടുക്കുന്ന പയോഗ്ലിറ്റസോൺ, റോസിഗ്ലിറ്റസോൺ തുടങ്ങിയ ഔഷധങ്ങൾ അവ വളരെ നല്ലതാണെങ്കിൽ പോലും ചില രോഗികളിൽ നീര് വരുന്നുണ്ട്, കാലിന് മറ്റ് നീര് വരുന്നു. അതൊരു അലർജി പോലെയാണ്, അത് അപകടമൊന്നുമല്ല. അപ്പം അങ്ങനെ നീര് വരുന്നുവെന്ന് തോന്നുകയാണെങ്കിൽ ആ മരുന്ന് നിർത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇൻസുലിൻ തന്നെ പുതിയ രൂപങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുള്ളൂ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതായത് ഇൻസുലിൻ്റെ പുതിയ രൂപങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ഡിസൈനർ ഇൻസുലിൻസ്. അതായത് നമ്മളിപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിയുമ്പോൾ ഷുഗർ പെട്ടെന്ന് കൂടും, അത് കഴിഞ്ഞ് കുറച്ചൊന്ന് നോർമലാവും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ പിന്നെയും കൂടുന്നു, രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെയും ഷുഗർ വർദ്ധിക്കുന്നു, രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ പിന്നെയും വർദ്ധിക്കുന്നു. അപ്പോൾ ഈ ഡിസൈനർ ഇൻസുലിൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതിനും തൊട്ട് മുൻപായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന വഴി നമ്മളുടെ ശരീരത്തിൽ പാൻക്രിയാസ് സാധാരണ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഈ ഇൻസുലിൻ രക്തത്തിൽ കടക്കുകയും ഈ ഉയർന്ന ഷുഗർ സാധാരണ നിലവാരത്തിലെത്തിക്കുകയും ചെയ്യുന്നു. ഈ ഡിസൈനർ ഇൻസുലിൻസ് ആയിട്ടുള്ള അസ്പാർട്ട്, ലിസ്പ്രോ എന്നീ ഇൻസുലിൻസ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇൻസുലിൻ പമ്പിൽ ഉപയോഗിക്കുന്നത്. ഇൻസുലിൻ പമ്പ് കുറച്ച് പണമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, എങ്കിലും നമ്മുടെ നാട്ടിലതുണ്ട്. ഇപ്പോൾ പണച്ചെലവിന്റെ കാര്യം പറയുമ്പോഴാണ്, ഇപ്പൊ അമേരിക്കയിലുള്ള മിക്ക ടെസ്റ്റ് ചെയ്യുന്ന രീതികളും ഔഷധങ്ങളും ഒക്കെ ഇന്ത്യയിലും ഉണ്ട്, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു. പക്ഷെ മിക്ക രോഗികളും പറയാറുണ്ട് ഇത് നമുക്ക് താങ്ങാനാവുന്നില്ല എന്നുള്ള. ഇപ്പൊ അമേരിക്ക പോലെ ഒരു സമ്പന്ന രാഷ്ട്രത്തിന് ഒരുപക്ഷെ ആ ചെലവ് സുഖമായിട്ട് സാധിക്കും. പക്ഷെ ഇന്ത്യയെ പോലെ ഒരു ദരിദ്ര രാഷ്ട്രത്തിന് ഇത് സാധിക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ശരിക്കും അവരുടെ പോക്കറ്റ് കാലിയാവുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയല്ലേ? അതെ അതെ. അതായത് ഈ പുതിയ ഔഷധങ്ങളെല്ലാം കൂടെ വന്നിട്ട് ആകപ്പാടെ നമ്മൾ കഷ്ടമാകാണല്ലോ നമ്മുടെ സ്ഥിതി എന്ന് തോന്നുന്ന ഒരു അവസ്ഥ. അതായത് പ്രമേഹ രോഗികൾക്ക് ഇപ്പം പ്രമേഹ രോഗികൾക്ക് എല്ലാം ഒരുപോലെ ചികിത്സ കൊടുക്കുവാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മേന്മയുള്ളൊരു ചികിത്സ അവർക്ക് കൊടുക്കണം. പക്ഷേ ആ ചികിത്സ സമ്പന്നനും അതുപോലെ ദരിദ്രവർഗത്തിനും ഒരുപോലെ കൊടുക്കുക അസാധ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ സർക്കാർ ആശുപത്രികളിലും അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും രോഗികൾക്ക് ഏത് രോഗത്തിനും ഇതുപോലെ വ്യത്യസ്തമായ ചികിത്സകളാണ് ലഭിക്കുന്നത് എന്ന് അത് പരസ്യമായ രഹസ്യമാണ്. പ്രമേഹ രോഗികൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ല ചികിത്സയ്ക്ക് മറുനാടുകളിൽ പോകണ്ട എന്നതാണ് ഒരു ഭാഗ്യം. അതായത് ഇവിടെ പല ആൾക്കാരും മറുനാടുകളിൽ പോയി ചികിത്സ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ ആ ചികിത്സ ഇവിടെ ലഭ്യമാണ്. പക്ഷേ ഈ പണത്തിൻ്റെ കണക്ക് പറയുമ്പോൾ, ചികിത്സാ ചെലവിൻ്റെ കണക്ക് പറയുമ്പോൾ, പ്രമേഹ രോഗികൾക്ക് വാസ്തവത്തിൽ നല്ല ചികിത്സ ലഭിച്ചില്ല എങ്കിൽ അവർക്ക് കനത്ത വിലയാണ് പിന്നീട് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, വൃക്ക മറ്റൊരാളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അത് സ്ഥാപിക്കുക, ഡയാലിസിസ് നടത്തുക, കണ്ണുകൾ നഷ്ടമാകുന്നൊരവസ്ഥ. എത്രയോ പേരെയാണ് ഞങ്ങൾ ക്ലിനിക്കിൽ 2 കണ്ണ് നഷ്ടപ്പെട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് രോഗികൾ, ഒരുപാട് ഞാൻ പറഞ്ഞ ലക്ഷക്കണക്കിന് രോഗികൾക്ക് കാലുകൾ നഷ്ടമാകുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മാസം എന്ന് പറയുന്നത് 3000-4000 രൂപയാണ് പിന്നെ ചികിത്സയ്ക്കാകുന്നത്. അപ്പം ഇവർക്കെല്ലാം ഈ പ്രതിരോധ ചികിത്സ നല്ല രീതിയിൽ ലഭിക്കുകയാണ് എങ്കിൽ ആദ്യമൊക്കെ ചികിത്സാ ചെലവ് കൂടുതലും പിന്നീട് അങ്ങോട്ട് ചികിത്സാ ചെലവ് കുറഞ്ഞു വരുന്നൊരവസ്ഥയുമാണ് ഈ ആധുനിക ചികിത്സയുടെ പ്രത്യേകത. പക്ഷേ നാം ഇത് മനസ്സിലാക്കാതെ ഒരു സാധാരണ ചികിത്സ മാത്രം മതി എന്ന് കരുതി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഔഷധങ്ങൾ കഴിക്കുകയും രക്തത്തിലെ പഞ്ചസാരയും മറ്റും ഉയർന്ന നിലവാരത്തിൽ തന്നെ തുടരുകയും ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് ചികിത്സാ ചെലവ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ്. അമേരിക്കയിൽ
നമ്മൾ ഈ ആധുനിക ചികിത്സ കൊടുക്കുന്നത് വഴി അവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾക്കും മറ്റും ഭാവിയിൽ ചികിത്സാ ചിലവ് കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഇൻഷുറൻസ് കമ്പനിയാണ് ചികിത്സ വഹിക്കുന്നത്. അപ്പോൾ നല്ല ചികിത്സയും ഈ പുതിയ ഔഷധങ്ങളും ഒക്കെ ലഭിക്കുന്നത് വഴി അവർക്ക് ചികിത്സാ ചിലവ് ഭാവിയിൽ കുറയുകയും ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ. പെൻസിലിൻ ആയാലും പഴയ ഔഷധങ്ങളായാലും ഒക്കെ നമുക്ക് ധാരാളം ഉണ്ട്. പണ്ടേ മുതൽ പ്രമേഹത്തിന് ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പം ഈ പുതിയ മരുന്നുകളുടെ ഒരു ആവശ്യം, അതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അതായത് നമ്മൾ ഓരോ ഔഷധവും പുതിയതായിട്ട് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്നത് പഴയ ഔഷധങ്ങൾക്കൊരു പോരായ്മയോ അല്ലെങ്കിൽ ഒരു പാർശ്വഫലമോ ഉള്ളപ്പോഴാണ്. പഴയ ഔഷധങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം ജനങ്ങൾക്കും ബ്ലഡ് ഷുഗർ നോർമലാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് ചില ഘടകങ്ങൾ നോർമലാകുന്നില്ല. ഇപ്പോൾ കൈകാൽ പെരുപ്പ്, ഉദ്ധാന ശക്തി നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു വരുന്നില്ല. ഇപ്പം ലേസർ ചികിത്സ ലഭിച്ചു കഴിഞ്ഞ ശേഷവും അന്ധനായി മാറുക. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് പുതിയ ഔഷധങ്ങൾ വേണ്ടി വരുന്നത്. ഇപ്പോൾ പനിക്ക് വേണ്ടി ഒരു ഔഷധം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം പാരസെറ്റമോൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പനി പോകും. പക്ഷേ പ്രമേഹത്തിൻ്റെ സ്ഥിതി അതല്ല. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഈ ചികിത്സ ആവശ്യമായിട്ട് വരുന്നത്. മറ്റൊന്ന്, പ്രമേഹ രോഗം എന്ന് പറയുന്നത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന രോഗമാണ്. ഇത് കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു. അപ്പോൾ ഈ ചികിത്സ കൂടുതൽ സങ്കീർണമായതുകൊണ്ടാണ് ഔഷധങ്ങളും സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ മരുന്നുകളും ഇൻസുലിനും ഒക്കെ കഴിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു സമയമുണ്ടോ? അതായത് ആഹാരത്തിന് മുൻപ് കഴിക്കണം, പിൻപ് കഴിക്കണം, അങ്ങനെ എന്തെങ്കിലും സമയം പ്രത്യേകിച്ച് ഇതിനുണ്ടോ? ഡോക്ടറോട് ഒന്ന് ചോദിക്കണം രോഗി, ഈ മരുന്ന് എപ്പോഴാണ് ചോദിക്കണം. കാരണം ചില മരുന്നുകൾ ഇപ്പം ഗ്ലിമിപ്പെറൈഡ്, പയോഗ്ലിറ്റസോൺ, ഇങ്ങനെ പല മരുന്നുകളും കഴിക്കുന്ന ആഹാരത്തിനൊരു 5-10 മിനിറ്റ് മുൻപായിട്ടാണ്. ഈ പ്രീമിക്സ്ഡ് ഇൻസുലിൻ 30/70 സാധാരണ ഒരുപാട് രോഗികൾ എടുക്കുന്നൊരു ഇൻസുലിനാണ്. ഈ ഇൻസുലിൻ എടുക്കുന്നത് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പായിട്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം രോഗികൾ ഇത് എടുക്കുന്ന ആഹാരത്തിന് ശേഷമാണ്. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഇങ്ങനൊരു ഐഡിയ കിട്ടിയത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചോ ചോദിക്കും ഇൻസുലിൻ എടുക്കാനായിട്ട്. അപ്പോൾ അത് കണക്കാക്കണ്ട. രോഗികൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രീമിക്സ്ഡ് ഇൻസുലിൻ എടുക്കേണ്ട അരമണിക്കൂർ മുമ്പായിട്ടാണ്. പിന്നെ ഈ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ ഈ കുടലിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുന്നത് തടയുന്നൊരു മരുന്നുണ്ട്, അക്കാർബോസ്. അത് കഴിക്കുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ ആഹാരത്തോടൊപ്പം ചവച്ചാണ് കഴിക്കേണ്ടത്. പിന്നെ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. മെറ്റ്ഫോമിൻ വയറ്റിനുള്ളിൽ ഒരു ഗ്യാസ് പോലെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് പല രോഗികൾക്കും കൊടുക്കുന്ന നിർദ്ദേശം ആഹാരത്തിന് ശേഷം കഴിക്കുക എന്നതാണ്. പക്ഷെ ആഹാരത്തിന് മുൻപ് അത് കഴിക്കുവാൻ കഴിയുകയാണ് എങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ്. കാരണം വെറും വയറ്റിലാണ് മിക്ക ഔഷധങ്ങളും നന്നായിട്ട് രക്തത്തിലേക്ക് കടക്കുവാൻ സാധ്യതയുള്ളത്. ഡോക്ടർ നേരത്തെ ഇൻസുലിൻ പമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? നമ്മുടെ പ്രമേഹ ചികിത്സാ രംഗത്ത് ഏറ്റവും ആധുനികം എന്ന് പറയാവുന്ന ഒന്നാണ് ഇൻസുലിൻ പമ്പ്. ഒരുപാട് വർഷങ്ങളായിട്ട് അമേരിക്കയിലും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ്. പക്ഷെ അതിപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. കേരളത്തിൽ അത് 3 ലക്ഷം രൂപയ്ക്ക് ലഭ്യമാണ്. ഉപയോഗിച്ച പമ്പുകൾ റീഫർബിഷ് ചെയ്ത് വിൽക്കുന്നുണ്ട്. മെട്രോണിക്സ് എന്ന് പറയുന്ന പമ്പ്. ഒരു പ്രശ്നമില്ല, കാരണം അവർ അതിനും ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഇത് യൂസ്ഡ് പമ്പാണെങ്കിൽ പോലും ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതിന് 1 ലക്ഷം രൂപയാണ് വില. ഈ പമ്പ് ഒരു പേജർ പോലെ ആണ് കാഴ്ചയിൽ. അതിനുള്ളിൽ ഡിസൈനർ ഇൻസുലിൻസ് ഒരു ചെറിയ കാർഡിജിൽ ഉൾപ്പെടുത്താം, അസ്പാർട്ടിൽ ഇസ്പ്രേ അല്ല. എന്നിട്ടൊരു ചെറിയൊരു പമ്പ് പോലെ അതിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ നിമിഷവും കുറച്ച് ഇൻസുലിൻ ശരീരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അരയ്ക്ക് ചുറ്റും ഒരു ബെൽറ്റിലോ മറ്റോ ഇത് ഘടിപ്പിക്കാം. അതിൻ്റെ ട്യൂബിൻ്റെ മറ്റേ അറ്റത്തായിട്ട് ചെറിയൊരു സൂചിയുണ്ട്. പക്ഷേ ഈ സൂചി നമ്മുടെ ഈ നീഡിൽ പോലെ ഇരിക്കുന്ന സൂചിയല്ല, മെറ്റാലിക് സൂചിയല്ല. അത് കാരണം നമ്മൾ സഞ്ചരിക്കുന്നതുകൊണ്ടോ ഉറങ്ങുന്ന വേളയിലോ ഒന്നും അത് വേദനയൊന്നും എടുക്കുന്നില്ല. ഇൻസുലിൻ പമ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു 20-25% പ്രമേഹ രോഗികളിൽ
ഈ ബ്ലഡ് ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വളരെ കൂടുതലായിട്ട് കാണും. 250 ആകുന്നു, 300 ആകുന്നു, അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ പെട്ടെന്ന് 40 ആകുന്നു. ടൈപ്പ് 1 പ്രമേഹ രോഗികളിലും ഇത് സർവ്വസാധാരണമാണ്. ഞാൻ പറയുന്നത് ചെറുപ്പക്കാരിൽ, അതുപോലെ ചില 40 വയസ്സ് 50 വയസ്സ്, പിന്നെ ഗർഭിണികളിൽ. അപ്പോൾ ഇവരിൽ ഈ ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്നത് വഴി ഒരു സ്വാഭാവികമായ ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പമ്പിലൂടെ നമുക്ക് രക്തത്തിലേക്ക് കടത്തിവിടുവാൻ സാധിക്കും. പമ്പ് എക്സ്പെൻസീവാണ്, കാരണം അതിൻ്റെ ബാറ്ററി, അതിൻ്റെ ട്യൂബിങ്, ഇതിനൊക്കെ നമുക്ക് മാസം തോറും പണമാകും. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴോട്ട് പോയിട്ട് രോഗിക്ക് ബോധക്കേട് അങ്ങനെ ഒന്നും വരുന്നില്ല. ഇല്ല, വരുന്നില്ല. ഈ പമ്പ് ഉപയോഗിക്കുന്നത് വഴി ഒരു തെറ്റിദ്ധാരണ പാടില്ല. കാരണം പമ്പുണ്ട്, അതുകൊണ്ട് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കേണ്ട എന്ന് വരുന്നില്ല. കാരണം പമ്പിന് ബ്ലഡ് ഷുഗർ എത്ര എന്ന് സെൻസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ പമ്പിൽ ഒരു യൂണിഫോമായിട്ട് ബ്ലഡ് ഷുഗർ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഷുഗർ നോക്കേണ്ടി വരും. പമ്പിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് മധുരം കുറച്ചൊക്കെ കഴിക്കുവാൻ സാധിക്കും. ഇപ്പോൾ തീന്മേശയ്ക്ക് അരികിലിരിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരൊന്നും അറിയാതെ തന്നെ നമുക്ക് അതിൽ ഒരു ബട്ടൺ 2 പ്രാവശ്യം അമർത്തുകയാണെങ്കിൽ ഒരു അധിക ഡോസ് ഇൻസുലിൻ ഉള്ളിൽ കിടക്കും. അപ്പം അതിൻ്റെ അനുസൃതമായിട്ട് അതിനൊരു കാർബ് കൗണ്ടിങ് ടെക്നിക്കുണ്ട്. അതിനനുസൃതമായിട്ടുള്ള പഞ്ചസാര നമുക്ക് കഴിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് വേണ്ട അത്രയും അളവിൽ ഇൻസുലിൻ ഒരു ദിവസം 24 മണിക്കൂറും ഇങ്ങനെ ശരീരത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അളവിലാണ് വേണ്ടിയത്. അത് കണ്ടുപിടിച്ച ശേഷം അതിനനുസൃതമായ രീതിയിൽ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. കാരണം ശരീരത്തിൽ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിനാണ് നിമിഷം തോറും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ആയതുകൊണ്ട് ആ ഇൻസുലിൻ അഥവാ ബ്ലഡ് ഷുഗർ അല്പം കുറയ്ക്കുകയാണെങ്കിൽ പോലും അത് കൂടുതൽ കാലം നിലനിൽക്കുന്നില്ല, കൂടുതൽ ദൈർഘ്യം അതിനില്ല. പക്ഷേ ചില ഗുളികകൾ കാരണം വരുന്ന പഞ്ചസാരയുടെ കുറവ് വാസ്തു ഇതിനേക്കാൾ അപകടമാണ്. കാരണം അത് ചികിത്സിക്കുവാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ഇപ്പം തന്നെ ഗ്ലൂക്കോമീറ്ററിന്റെ ഉപയോഗത്തിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്, ഗ്ലൂക്കോമീറ്റർ വെച്ച് ഉപയോഗിച്ചാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ശരിയായ റിസൾട്ടുകളായിരിക്കില്ല കിട്ടുന്നതെന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ ഒരു അഭിപ്രായമാണ്. എന്നാൽ അന്തർദേശീയമായിട്ട് ഇപ്പം അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ അവരൊക്കെ പറയുന്നത് ഇത് വെച്ച് തന്നെ രോഗികളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പം ഇത് ശരിക്കും ഒരു വിരോധാഭാസമല്ലേ? അത് വിരോധാഭാസമാണ്. ഡോക്ടർ ലക്ഷ്മി ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ആ വാച്ച് 5 മിനിറ്റ് സ്പീഡ് കൂട്ടും. കാരണം എല്ലാ ദിവസവും 5 മിനിറ്റ് അത് സ്ലോ ആവും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്ന ഇപ്പോൾ കിട്ടുന്ന വാച്ചുകൾ അങ്ങനെ സ്ലോയും ഫാസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കൃത്യമായിട്ട് സമയം കാണിക്കുന്ന വാച്ചുകളാണ്. ഈ ഗ്ലൂക്കോമീറ്റർ പണ്ടൊക്കെ ഇത്രയും കൃത്യമായിട്ട് ഷുഗർ റിപ്പോർട്ട് തന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ബയോസെൻസേഴ്സ് ഉപയോഗിക്കുന്നത് വഴി നല്ല ബ്രാൻഡ് ഗ്ലൂക്കോമീറ്റേഴ്സ് എല്ലാം വളരെ കൃത്യമായിട്ടാണ് ഷുഗർ വാല്യൂ തരുന്നത്. പക്ഷെ അത് എടുക്കേണ്ട രീതിയിൽ ഷുഗർ എടുക്കണം. നമ്മൾ നന്നായിട്ട് കൈ മസാജ് ചെയ്തിട്ട് ടിപ്പിൽ സൂചി കൊണ്ട് കുത്തുന്നു. പക്ഷെ ഇവിടെ ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റായ ഷുഗർ വാല്യൂ കിട്ടും. അതുകൊണ്ട് കുറച്ച് വേണമെങ്കിൽ കൈ താഴ്ത്തിയിടാം. അപ്പോൾ ഗ്രാവിറ്റി കൊണ്ട് രക്തം താഴേക്ക് ഒഴുകും. മസാജിങ്ങും കൂടി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നന്നാവും. വിരലുകൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ രക്തത്തിൻ്റെ ആ ഓട്ടം, ബ്ലഡ് ഫ്ലോ കുറച്ചുകൂടി അധികമാകും. ഇങ്ങനെ കൃത്യമായിട്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ മുമ്പിൽ കുറേ ഗ്ലൂക്കോമീറ്റേഴ്സ് ഇരിപ്പുണ്ട്. ഇത് വില കുറഞ്ഞൊരു ഗ്ലൂക്കോമീറ്ററാണ്, ഈ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും, പാവപ്പെട്ടവർക്ക് പോലും വാങ്ങി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാര പ്രമേഹ രോഗികൾക്ക് ഒരു ദിവസം പല ആവർത്തി നോക്കേണ്ടി വരും എന്നതുകൊണ്ട് ലബോറട്ടറികളിൽ പോയി രക്തം പരിശോധിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, നടക്കുന്ന കാര്യമല്ല. കാരണം പല ആൾക്കാരും രാവിലെകളിൽ ഷുഗർ നോക്കി എൻ്റെ ഷുഗർ കുറവാണെന്ന് പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. ഇപ്പോൾ ഇതല്ലാതെയുള്ള ഗ്ലൂക്കോമീറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ 1 ടച്ച്, അൾട്ര. ഇപ്പോൾ ഇതിൽ നമുക്ക് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ധാരാളം മെമ്മറി ഉണ്ട്. അപ്പോൾ ചികിത്സയ്ക്കും ഇത് ഒരുപാട് പ്രയോജനപ്പെടുന്നു. ഈ ഗ്ലൂക്കോമീറ്ററിലെ വാല്യൂസ് മുഴുവൻ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഒരു വ്യക്തിയിൽ വരുന്ന ആ വ്യതിയാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും വരുന്ന ആ പ്രത്യേകതകൾ മനസ്സിലാക്കി നമുക്ക്
ഈ കൊടുക്കുന്ന ചികിത്സയിൽ വ്യതിയാനങ്ങൾ വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ രോഗിയുടെ ബോധവൽക്കരണം കൊടുക്കുന്നതിന് ഇത് സഹായിക്കും. ഇപ്പോൾ ഈ ഗ്രാഫിൽ നാം പല കാര്യങ്ങൾ കാണുന്നത് ഒരു ദിവസം എപ്പോഴാണ് കൂടുന്നത്, ലഞ്ച് ടൈമിനാണോ ഡിന്നറിലാണോ? പല രോഗികൾക്കും ഒരു എന്താ പറയാനായിട്ട് വളരെ കൂടുതലായിട്ട് ഷുഗർ കൂടുന്നതായിട്ട് കാണുന്നത് രാത്രി ഭക്ഷണത്തിന് ശേഷമാണ്. ഇവിടെയാണ് സാധാരണ ചികിത്സ നടത്തുന്ന പല ആൾക്കാർക്ക് അബദ്ധം സംഭവിക്കുന്നത്. ഈ ഷുഗർ രാത്രി കൂടുന്നവർ അറിയാൻ പോകുന്നില്ല. കാരണം രാവിലെ എടുക്കുമ്പോൾ അത് നോർമലായിരിക്കും. ഗ്ലൂക്കോമീറ്റേഴ്സ് വളരെ പ്രിസൈസാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലും മറ്റും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷുഗർ ലബോറട്ടറികളിൽ പരിശോധിക്കുന്നില്ല. ഗ്ലൂക്കോമീറ്ററുകളിൽ മാത്രം നിരവധി പ്രാവശ്യം പരിശോധിക്കുന്നു. ഗ്ലൂക്കോമീറ്റർ കയ്യിലുള്ളപ്പോൾ ഒരു രോഗിക്ക് ഡോക്ടർ ഒപ്പമുള്ളതുപോലെയുള്ളൊരു അനുഭവമാണ്. പക്ഷേ കബളിക്കപ്പെടരുത്. നല്ല ക്വാളിറ്റി ഗ്ലൂക്കോമീറ്റർ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയ ശേഷം ഉപയോഗിക്കുക. പിന്നെ പല രോഗികൾക്ക് ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് ഗ്ലൂക്കോമീറ്റർ. എന്തിനു വേണ്ടിയെന്നറിയില്ല. വിദേശത്തുള്ള മകനോ അല്ലെങ്കിൽ സുഹൃത്തോ ഒരു മീറ്റർ കൈകൊണ്ട് കൊടുക്കും. അതെന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഈ മീറ്ററിൽ എങ്ങനെയാണ് സ്വയം പരിശോധിക്കേണ്ടത്, ആ പരിശോധനാ റിപ്പോർട്ടുകൾ എങ്ങനെ ചികിത്സയെ സ്വാധീനിക്കും, ഇതെല്ലാം ചികിത്സിക്കുന്ന വിദഗ്ധനെ കണ്ട് സംസാരിച്ച് മനസ്സിലാക്കണം. ലോകാരോഗ്യ സംഘടന പ്രമേഹത്തെ അതീവ ഗുരുതരമായ രോഗമായും ഭാവിയിൽ ഭീഷണി വരുത്തി തീർക്കാനുള്ള ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമായും ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രമേഹം തടയാം എന്ന് മാത്രമല്ല, പ്രമേഹം കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ എല്ലാ പ്രശ്നങ്ങളും തടയാൻ കഴിയും എന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. പ്രമേഹം അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് ആശാവഹമായ ഒരു നേട്ടമാണ്. അതുപോലെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം സഞ്ജീവനി, കെയർ ഓഫ് സൂര്യ TV, പോസ്റ്റ് ബോക്സ് നമ്പർ 2266, ട്രിവാൻഡ്രം 10. സഞ്ജീവനി പങ്കെടുത്തതിന് ഡോക്ടർ വീണ്ടും നന്ദി.